കന്യാസ്ത്രീകൾ ജാമ്യത്തിലിറങ്ങി, വിവാദം ഒഴിയുന്നില്ല. ഇപ്പം എന്താ പുതിയ വിവാദം? സ്വാമി ചിദാനന്ദപുരി അടക്കമുള്ള കുറേ ആളുകൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഉടൻ തന്നെ നമ്മുടെ ചാനലുകൾ കൊണ്ടുവന്നല്ലോ മാപ്പറകൾ. ഹിന്ദു ഐക്യവേദിയും ബി ജെ പിയും തമ്മിൽ തെറ്റലാണ്, സംഘപരിവാറും ബി ജെ പിയും തമ്മിൽ തെറ്റലാണ്, RSSും ബി ജെ പിയും തമ്മിൽ തെറ്റലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം നല്ല തമാശയാണ്. എന്താ തമാശ? അപ്പുറത്ത് ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗവും കൊങ്ങികളും സുഡാപ്പികളും സംഘികളും നമ്മുടെ കമ്മികളും ഒക്കെ പറയുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് ഈ കേസിന് ആധാരമായിട്ട്, അല്ലെ ബി ജെ പിയാണ് പിടിച്ചിട്ടത്. അപ്പോൾ ബി ജെ പി പിടിച്ചിട്ടതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഉത്തരം പറയണം. നമ്മുടെ ജോൺ ബ്രിട്ടാസൊക്കെ പറയുന്നത് അങ്ങനെയാണ്. കേരളത്തിലെ ബി ജെ പി ഉത്തരം പറയുന്നതെന്നാണ്. ഛത്തീസ്ഗഡിൽ പോലീസ് പിടിച്ചതിന് കേരളത്തിലെ ബി ജെ പി ഉത്തരം പറയണമെന്നാണ്. നല്ല തമാശയാണ്, നല്ല ഇക്വേഷനാണ്. അപ്പോൾ ഒരു വശത്ത് ക്രിസ്ത്യാനികളുടെ അങ്ങനെ ഒരു വിഭാഗം ആളുകളുടെ, പിന്നെ കമ്മികളുടെ, ഞാൻ പറയുന്ന കൊങ്ങികളുടെ, സുഡാപ്പികളുടെ ഒരു വിവാദം, അത് രാജീവ് ചന്ദ്രശേഖരനെതിരെ അങ്ങനെ വരുന്നു. മറുവശത്ത് എന്താ സംഭവിക്കുന്നത്? ഹിന്ദു ഫോൾഡറുകളിൽ നിന്ന് വരുന്ന എന്താണ്? രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകൾക്ക് വേണ്ടി കന്യാസ്ത്രീയെ പോയി കണ്ടു, തൊഴുതു, കന്യാസ്ത്രീയെ പിടിക്കുന്നുമ്പേ തന്നെ അവർ തെറ്റുകാരല്ല എന്ന് പറഞ്ഞു. ഡൽഹിയിൽ പോയി മോഡിയെ കണ്ടു, അമിത്ഷായെ കണ്ടു. അപ്പോൾ മോഡി അമിത്ഷായാണോ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ തീരുമാനിക്കുന്നത്? അവർ വിചാരിച്ചാൽ കേസിൽ നൂരാൻ പറ്റുമോ? കോടതി നടപടി വേണ്ടേ? അങ്ങനെ ഒരു രസകരമാണ്. നമ്മളിത് കാണുന്ന എന്താണ്? 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി ചെയ്തിട്ടുണ്ടെങ്കിലും അത് മലയാളികളായതുകൊണ്ട് അവരെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് അവർ ശിക്ഷ അനുവദിക്കട്ടെ, പറയട്ടെ. അതിനു മുമ്പേ ജാമ്യം കിട്ടുമെന്ന് നോക്കുക. ഇവിടെ കൊലപാതകം നടത്തിയിട്ട് പോകുന്നവർക്ക് വരെ നമ്മൾ ജാമ്യം എടുത്ത് കൊടുക്കുന്ന നാടാണ്. അപ്പോൾ അവർക്ക് ജാമ്യം കിട്ടുക, അതാണ് പ്രാഥമിക കാര്യം. അതിന് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയും കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ കമ്മിറ്റിയും ഒക്കെ കൂടി രാജീവ് ചന്ദ്രശേഖരനോട് ഒരു അഭിപ്രായം പറഞ്ഞു. താങ്കളൊന്ന് സഹായിക്കണം, നിങ്ങളുടെ പാർട്ടിയാണ് അവിടെ ഛത്തീസ്ഗഡിലും ഭരിക്കുന്നത്, കേന്ദ്രവും ഭരിക്കുന്നത്, അപ്പോൾ ഒന്ന് സഹായിക്കണം. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ സഹായിച്ചു. പക്ഷെ ഇവിടെ വിവാദങ്ങൾ ഒഴിയുന്നില്ല. ഇവിടെ വിവാദങ്ങളുടെ പരമ്പരയാണ്. അവർ പോയി പിന്നെ അതിൻ്റെ അകത്ത് അവരുടെ സഹോദരൻ, സഹോദരി, അമ്മ, അച്ഛൻ, മാമൻ, പൂച്ച, പട്ടി, പാമ്പ്, വീട്ടിലുള്ള ആരെല്ലാം എല്ലാവരുടെയും ബൈറ്റെടുത്ത് കുത്തിത്തിരിച്ച് എങ്ങനെയെങ്കിലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ അടിയുണ്ടാക്കണം. ബി ജെ പി വോട്ട് കിട്ടണേ, കിട്ടാതിരിക്കണം. അതൊക്കെ നല്ലതാണ്, തർക്കമൊക്കെ വന്നോട്ടെ. അത് രാഷ്ട്രീയത്തിൽ ആർക്കും വോട്ട് കിട്ടും. പക്ഷേ ഈ ബഹളങ്ങൾക്കിടയിൽ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമുണ്ട്. അതിൻ്റെ ഇടയിലാണ് വേറൊരു സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ അവിടെ ഒരു ജംഗ്ഷനിൽ വെച്ച് നടന്ന ഒരു തർക്കം, ഒരു ഹിന്ദുക്കളെ വീട്ടിൽ ക്രിസ്ത്യാനികൾ നോട്ടീസുമായി പോയതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം. അത് അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ഇഷ്യൂ അല്ലേ? അന്ന് ആരോ അത് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇന്നിപ്പോൾ വയനാടിൽ ബജ്രംഗദൾ, അവിടെ ബജ്രംഗദളൊന്നും ഇല്ലെന്നേ. വയനാടിൽ എന്ത് ബജ്രംഗദൾ? കേരളത്തിലെവിടെയാണ് ബജ്രംഗദളുടെ ഒരു കമ്മിറ്റി എന്തുകൊണ്ടെന്നല്ലാതെ കേരളത്തിലെവിടെയാണ് ബജ്രംഗദൾ ഇരിക്കുന്നത്? വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞ് കുറേ ആളുകളുണ്ട്. പക്ഷേ ബജ്രംഗദൾ എന്നൊന്നും ഇവിടെ വല്ല പരിപാടി വല്ലതും കാണാറുണ്ടോ? അവരുടെ സംഘർഷം വല്ലതും ഉണ്ട്. പക്ഷേ വയനാടിൽ ഏപ്രിൽ മാസം ഉണ്ടായ ഒരു കാര്യം എടുത്തുകൊണ്ടത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസം 3-ാം തീയതി കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഇതെന്താ സ്ഥിതി? എങ്ങനെയും ഇവിടെ കലാപം ഉണ്ടാക്കുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. സർക്കാർ രക്ഷപ്പെട്ടു, ഒരു വികസന പ്രവർത്തനം നടത്തണ്ടല്ലോ, ഒന്നും ചെയ്യണ്ട. പിണറായി വിജയൻ ആണ്ടല്ല. ഇപ്പം ശരിക്കും ലക്കടിച്ചത് രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ കുഴപ്പം വന്നത് ക്രിസ്ത്യാനികൾക്കോ അല്ല. ലക്കടിച്ചിരിക്കുന്നത് ആർക്കാണെന്നറിയാവോ? പിണറായി വിജയനാണ്. ഒന്നും ചെയ്യാതെ തന്നെ, ഒരു തിരക്കുമില്ല, ഒരു വികസന പ്രവർത്തനം നടത്തുന്ന. ഓണമാണ്, വെളിച്ചെണ്ണയുടെ വിലയ്ക്ക് പോകുന്നു, പച്ചക്കറിയുടെ വിലയ്ക്ക് പോകുന്നു, തേങ്ങയുടെ വഴിക്ക് പോകുന്നു. മാവേലി സ്റ്റോറിൽ ചെന്നാൽ ഒരൊറ്റ സാധനമില്ല, ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ ഒരു സാധനമില്ല. നല്ല രസമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഈ വിലക്കയറ്റമോ ഈ പറയുന്ന പ്രശ്നങ്ങളോ ഈ ഫയലിൽ തീർപ്പാക്കാത്തത് ഒരു പ്രശ്നവും ജനങ്ങൾ ചോദിക്കില്ല. നമുക്ക് മതം കളിക്കാം. അപ്പോൾ എന്തായാലും കൊള്ളാം. കേരളത്തിൽ ഇങ്ങനെ കന്യാസ്ത്രീകളുടെ ജാമ്യം കിട്ടിയെങ്കിലും വിവാദങ്ങൾ കെട്ടടങ്ങാതെ പോട്ടെ. നമുക്കിതാണ് നല്ലത്. കേരളത്തിനും ഇന്ത്യക്കും പറ്റിയത് ഇതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, കേരളം വിട്ടാൽ ഡൽഹിയിൽ കുറച്ച് ആളുകൾ ബഹളം ഉണ്ടാക്കുന്നതല്ലാതെ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും, എന്തിന് പാറശാലയ്ക്ക് അപ്പുറത്തോ മംഗലാപുരത്തോ പോലും ഒരു പ്രകടനവും വല്ലതും നടന്നോ? എവിടെയെങ്കിലും വല്ലതും നടന്നോ? ഒരിടത്തും ഒന്നും നടക്കുന്നില്ല. ആളുകൾക്കറിയാം, കേസിൽ പിടിച്ചാൽ അത് അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് ജാമ്യം എടുക്കണം. പിന്നെ ജാമ്യം എടുക്കുന്നതിന് ഭാഗമായി മന്ത്രിമാരെയൊക്കെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ കണ്ടൊന്ന് സഹായിക്കണമെന്ന് പറയണം. അതെല്ലാം നടക്കും. പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുടെ ഒരു ചെറിയ പ്രതിഷേധം വരും. ഇതെന്താണ്? നമുക്ക് ആഘോഷമാണ്, നമുക്കെല്ലാം ആഘോഷമാണ്. നമുക്കപ്പോൾ ജാതിയെയും മതത്തെയും എല്ലാറ്റിനെയും നമുക്ക് ആഘോഷമാക്കാം. കുറ്റങ്ങളെയും, ക്രിമിനൽ കുറ്റങ്ങളെയും, നാടുകടത്തിനെയും, മതം മാറ്റത്തെയും, എന്ത് വിഷയമുണ്ടെങ്കിലും നമുക്കത് ആഘോഷമാക്കാം.